ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 120ാമത്തെ സെഷനാണല്ലോ ഇത്. 4ാം സദനത്തെക്കുറിച്ചുള്ള 41ാമത്തെ വിചിന്തനവും ഹാലേലൂയ ഹാലേലൂയ അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് അമ്മ ത്രേസ്യ വിശദീകരിച്ച് പഠിപ്പിക്കുന്നത് സുഹൃത സരണിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 29ാമത്തെ അധ്യായത്തിന്റെ അവസാന ഖണ്ഡികയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. മതസ്യ പറയുണ്ടായി കർത്താവ് ഈ അനുഗ്രഹം നമ്മുടെ ഉള്ളിലുള്ള തമ്പുരാന്റെ സാന്നിധ്യം അനുഭവിച്ച് അവിടുത്തോടുകൂടെ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നതിൻ്റെ മാധുര്യവും ശക്തിയും കരുത്തും അടുപ്പും എല്ലാം തിരിച്ചറിയുന്ന അനുഗ്രഹം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ അനുഭവിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏതൊരു നിധി കൊടുത്താലും അതിനുവേണ്ടി നാം ഇത് വെച്ച് മാറുകയില്ല. എത്ര എന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ ഈ അനുഭവം നഷ്ടപ്പെട്ട് ജീവിക്കാൻ നമുക്ക് പറ്റുകയില്ലാത്ത പോലെ ആകും. അത്ര വലിയ ഒരു ആന്തരിക അനുഭവമായിട്ട് ഇത് മാറുക, ജീവിതം മുഴുവനെയും കരുത്താക്കി മാറ്റുന്നത്. 8ാമത്തെ ഖണ്ഡിക, സഹോദരിമാരെ, കുറച്ച് അധ്വാനം കൂടാതെ യാതൊന്നും അഭ്യസിക്കുക സാധ്യമല്ലല്ലോ. ഇതിനു വേണ്ടി നിങ്ങൾ പതിപ്പിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മവും ഒരു നല്ല കാര്യത്തിനു വേണ്ടിയാണെന്ന് ദൈവസ്നേഹത്തെ പ്രതി നിങ്ങൾ കരുതിക്കൊള്ളുക. 1 വർഷം അഥവാ 6 മാസമെങ്കിലും ഇത് അഭ്യസിക്കുമെങ്കിൽ ദൈവസഹായത്താൽ നിങ്ങളിതിൽ വിജയം വരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ല ഒരു അടിസ്ഥാനം ഇടുക എന്ന മഹത്തായ നേട്ടത്തിന് വേണ്ടി അങ്ങനെ ചെലവിടുന്ന സമയം തുലവും ഹ്രസ്വമാണെന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പം അധ്വാനം കൂടാതെ ഒരു കാര്യം അഭ്യസിക്കാനായിട്ട് പറ്റുകയില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്തുമാത്രം അധ്വാനിച്ചിട്ടാണ് ഓരോ 10ാം ക്ലാസ് പാസ്സാകുന്നത്, +2 പാസ്സാകുന്നത്, ഡിഗ്രി എടുക്കുന്നത്, അതുപോലെ തന്നെ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ പ്രാവീണ്യം നേടുന്നവർ, വിജയം വരിക്കാനായിട്ട് നോക്കുന്നവർ എന്തുമാത്രമാണ് അധ്വാനിക്കുന്നത്. പരിശീലനം എടുക്കുകയാണ്. എത്ര മണിക്കൂറുകൾ, ദിവസങ്ങൾ, അനേക ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും അങ്ങനെ അധ്വാനിച്ചിട്ട കാര്യങ്ങൾ നടത്തിയെടുക്കുന്നത്. സൈക്കിൾ കയറാൻ പഠിക്കാനായിട്ട് ഒരുപക്ഷെ ഏതാനും ദിവസങ്ങൾ, 1 മണിക്കൂർ അധ്വാനിച്ചാൽ മതിയാവും. പക്ഷെ കാർ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ അത്രയും പോരെ, കുറേ കൂടെ സമയവും ദിവസങ്ങളും എടുത്ത് ഏതാനും ആഴ്ചകളുടെ പരിശീലനം വേണം. കാർ ഓടിച്ച വ്യക്തി ഒരു ഹെലികോപ്റ്ററോ വിമാനമോ പറപ്പിക്കാൻ പഠിക്കണമെങ്കിൽ പിന്നെ എന്തുമാത്രം എത്ര അധികമായ വർഷങ്ങളുടെ പരിശീലനം ആവശ്യമുണ്ട്. റോക്കറ്റ് പറപ്പിച്ചുകൊണ്ട് ചന്ദ്രനിലേക്ക് പോകാൻ മാത്രം കയറി വരണമെങ്കിലോ വീണ്ടും ഒരുപാട് പരിശീലനം. അപ്പോൾ പരിശീലിക്കുന്ന കാര്യം എന്തുമാത്രം ഗൗരവമുള്ളതാണ്, അതനുസരിച്ചാണ് പരിശീലനത്തിന്റെ അധ്വാന ഭാരവും സമയദൈർഘ്യവും വരുന്നത്. തിമോത്തിക്കുള്ള 1-ാം ലേഖനം 4ാമത്തെ അധ്യായത്തിൽ ദൈവഭക്തിയിൽ പരിശീലനം നേടുക, ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ് എന്ന പുസ്തകം നമുക്കറിയാം. അത് ഈ ജീവിതത്തിലും വരാനുള്ള ജീവിതത്തിലും ഉള്ള വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആത്മീയത. ഇവിടെ ദൈവഭക്തിയിൽ പരിശീലനം നേടണം. ലൗകികമായ പരിശീലനങ്ങൾ കുറച്ച് പ്രയോജനമുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. നമുക്ക് ലൗകികമായ പരിശീലനത്തിന്റെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുനാൾ മുതൽ കൊച്ചുകുട്ടികൾ LKG-യിലും UKG-യിലൊക്കെ പോകാൻ തുടങ്ങുന്നവർ എന്തുമാത്രം ശാരീരിക പരിശീലനങ്ങൾ, ഭൗതിക പരിശീലനങ്ങൾ, അത് പഠനമെല്ലാം കഴിഞ്ഞാൽ പോലും പിന്നെയും ഫോളോ അപ്പ് കോഴ്സുകളും എല്ലാമായിട്ട് പിന്നെയും നമ്മൾ പ്രായം ചെല്ലുന്നവരെ എന്തുമാത്രം പരിശീലനങ്ങളാണ്. ലോകത്തിന്റെ കാര്യങ്ങൾ, ശരീരത്തിന്റെ കാര്യങ്ങൾ, ജോലിയുടെ കാര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയ്ക്ക് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആത്മീയമായ കാര്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പരിശീലനം എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടെ അമ്മ ത്രേസ്യ പറയുന്നത് കുറച്ച് അധ്വാനം കൂടാതെ യാതൊന്നും അഭ്യസിക്കാൻ സാധ്യമല്ല എന്ന് ഓർമ്മിച്ച്, അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പതിപ്പിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. ഒരു നല്ല കാര്യമല്ല, ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് ദൈവസ്നേഹത്തെ പ്രതി നിങ്ങൾ തിരിച്ചറിഞ്ഞ് 1 വർഷം അഥവാ 6 മാസമെങ്കിലും ഇന്ന് അഭ്യസിച്ചേ. അപ്പോൾ നിങ്ങളത് വലിയ വിജയം വരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 6 മാസമോ 1 വർഷമോ എടുത്ത് പൂർത്തിയാക്കുന്ന ഒരു കോഴ്സ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നൽകുന്നത്, കോളേജിൽ നൽകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരെ വിലയില്ലാത്തൊരു കോഴ്സാണ്. ഡിപ്ലോമ കോഴ്സ് എന്ന് വേണേൽ പറയും. 6 മാസം ഞാൻ പഠിച്ചെടുത്ത ഡിഗ്രിയാണ് അല്ലെങ്കിൽ ഡിപ്ലോമയാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ ആർക്കാരും മീച്ചം കാണിയല്ല. 1 വർഷത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്തതാണ് ഇന്ന വിഷയത്തിനെന്ന് പറഞ്ഞാൽ പോലും ഒരു വിലയില്ല. നീ അത് വലിയ പഠിപ്പ് നിനക്ക് വലിയ അവഗാഹം ആ വിഷയത്തിൽ ഇല്ലാന്ന് അതിൻ്റെ സൂചന. ആ സമയം വർഷങ്ങളെടുത്ത് പഠിക്കുന്നു. ഇപ്പം മെഡിസിൻ പഠിക്കുന്ന വ്യക്തി MBBS പാസ്സാകാൻ തന്നെ 4 വർഷമെങ്കിലും എടുക്കുന്നു. പിന്നെയും അതുകൊണ്ട് തന്നെ ഒന്നും ആയില്ല. MBBS പാസ്സായാലും ഒന്നും തന്നെ ആയില്ല. നല്ലൊരു ഡോക്ടറായിട്ട് ആ വ്യക്തി ആരും തന്നെ കരുതുകയല്ല. MBBS കഴിഞ്ഞ് പിന്നെ MD എടുക്കണം, പിന്നെ സ്പെഷ്യലൈസേഷൻ എടുക്കണം. എത്ര വർഷങ്ങളുടെ പരിശീലനം, അത്രയും വർഷങ്ങൾ ചെലവഴിച്ച് പഠിച്ചിട്ട് വന്നെങ്കിൽ മാത്രമേ
ഒരു വ്യക്തി ഒരു ക്വാളിഫൈഡ് ആണെന്നുള്ളത് ഇന്ന് ലോകത്തിന്റെ മേഖലകളിൽ പോലും കരുതപ്പെടുന്നുള്ളൂ. അപ്പോൾ ആത്മീയ കാര്യത്തിന് വേണ്ടി മദ്രസ പറയണ ഒരു 6 മാസം അല്ലെ 1 വർഷം എങ്കിലും ഒന്ന് പരിശ്രമിച്ചേ അതിന്റെ മെച്ചം ഉണ്ടാകും എന്ന് പറയുമ്പോൾ നമ്മോട് പറയുന്ന ഒട്ടും കടന്ന കാര്യമല്ല. നമുക്ക് അങ്ങനെ തീരുമാനമെടുക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. ഇപ്പൊ നമ്മൾ 120ാമത്തെ സെഷനാണിത്. എന്നുവെച്ചാൽ ഒരു 4 മാസമായി നമ്മൾ ഈ ഒരു വിചിന്തനവുമായിട്ട് നീങ്ങുന്നു. ഈ 4 മാസം നമ്മൾ പരിശീലനം നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ 4 മാസത്തെ പരിശീലനം കൊണ്ട് എന്തുമാത്രം വളർന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും പല ഫീഡ്ബാക്കൊക്കെ അയച്ചു തരുന്നുണ്ട്. ഞാൻ എനിക്ക് അതേപ്പറ്റി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ചിലർ നല്ല ഫീഡ്ബാക്കുകൾ ഞാൻ കഴിഞ്ഞ കാണുകയുണ്ടായി. അപ്പൊ അങ്ങനെ ഈ 4 മാസം കൊണ്ട് നമ്മൾ എന്തുമാത്രം ആത്മീയമായിട്ട് വളർന്നിട്ടുണ്ട് നമ്മൾ പലരും. പക്ഷെ ഇനി നമുക്ക് ഒത്തിരി ആകാനുണ്ട്. 4 മാസത്തെ കോഴ്സ് എടുത്ത ഒരാള് കിട്ടുന്ന ഒരു ചെറിയ ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. നമുക്കത് പോരാ. 6 മാസം, 1 വർഷം, 2 വർഷങ്ങളുടെ കോഴ്സ്, അങ്ങനെയുള്ള വളരെ ഗൗരവമുള്ള ഒരു ഡിഗ്രി എടുക്കുക തന്നെ നമുക്കിവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ മദ്രസയിൽ ഒരു അധ്വാനം വേണം. നിങ്ങൾ മടുപ്പൊന്നും വിചാരിക്കാതെ 1 വർഷം അഥവാ 6 മാസം എങ്കിലും ഇത് അഭ്യസിക്കുമെങ്കിൽ ദൈവ സഹായത്താൽ നിങ്ങൾ ഇതിന് വിജയം വരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു നല്ല അടിസ്ഥാനം ഇടുക എന്ന മഹത്തായ നേട്ടത്തിന് വേണ്ടി അങ്ങനെ ചെലവിടുന്ന സമയം തുലോ ഹ്രസ്വമാണെന്ന് വേണം നാം കരുതാൻ. ഈ 6 മാസം 1 വർഷത്തിന് ഒന്നുമല്ല, കുറച്ച് സമയം മാത്രമേ ഉള്ളത് മനസ്സിലാക്കണം. തുടർന്ന് കർത്താവ് തിരുമനസ്സാകുമെങ്കിൽ തന്നോട് അടുത്ത് സഹവസിക്കുന്നവരായ നമ്മെ ഉപരിദാനങ്ങൾ സ്വീകരിക്കുന്നതിന് സദാ സന്നദ്ധതയുള്ളവരായി ദർശിക്കുവാൻ അവിടത്തേക്ക് കഴിയും. തൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു പോകുവാൻ അവിടെ നമ്മെ ഒരിക്കലും അനുവദിക്കാതിരിക്കട്ടെ. ഇത്രയും നമ്മൾ 4 മാസം കൊണ്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞു, പരിശീലിച്ചു, കയറി വരുന്നു, കുറേ കാര്യം ബോധ്യപ്പെട്ടു. ഇതിനകത്ത് ഒരിക്കലും പുറകോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ അനുവദിക്കാതിരിക്കട്ടെ എന്ന് മദ്രസ പറയുകയാണ്. അപ്പോൾ നമ്മൾ 29ാമത്തെ അധ്യായം പൂർത്തിയാവുകയാണ് സുഹൃത സരണിയിൽ. തിരിച്ച് നമുക്കിപ്പോൾ ആഭ്യന്തര കർമ്മത്തിലേക്ക് വരാം. ആഭ്യന്തര കർമ്മത്തിന്റെ 4ാം സദനത്തിന്റെ 3ാമത്തെ അധ്യായത്തിന്റെ ഒരു ഖണ്ഡിക നമ്മൾ കണ്ടു കഴിഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ ഇത്രയും കണ്ടതിന്റെ വെളിച്ചത്തിലും നമ്മൾ 40 സെഷനോളം നമ്മൾ സുഹൃത സരണിക്ക് അത് കാണുകയുണ്ടായല്ലോ. അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയതായ 3ാം അധ്യായത്തിന്റെ 1ാമത്തെ ഖണ്ഡിക പെട്ടെന്ന് വായിച്ചു പോകാം. അനുചിന്തന പ്രാർത്ഥന എന്നാണ് ഹെഡിങ്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പ്രാർത്ഥന ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഫലങ്ങൾ നിരവധിയാണ്. അവയിൽ ചിലത് ഞാൻ വിവരിക്കാം. എന്നാൽ അതിനു മുമ്പായി വേറൊരു പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് അല്പം പറയേണ്ടതുണ്ട്. മറ്റു സന്ദർഭങ്ങളിൽ അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ ഇവിടെ അല്പം മാത്രമേ പറയുന്നുള്ളൂ. അതാണ് അനുചിന്തന പ്രാർത്ഥന. മറ്റു സന്ദർഭങ്ങളിൽ പ്രതിപാദിച്ചപ്പോൾ നമ്മൾ ഒന്ന് കണ്ടത് സുഹൃത്സന്ധിക്കകത്തുനിന്ന്. ആ പ്രാർത്ഥനയുടെ ആരംഭം എല്ലായ്പ്പോഴും തന്നെ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പാണ്. അപ്പൊ അനുചിന്തന പ്രാർത്ഥന പരിശീലിച്ച് കയറി വന്നെങ്കിലേ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയ്ക്ക് എത്തുകയുള്ളൂ. അത് ഒരുമാതിരി അനുചിന്തനമാണ്, അനുചിന്തനത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. അതും സ്വഭാവത്തിന് മേൽപ്പെട്ടതെന്നത്ര എനിക്ക് തോന്നുന്നത്. എന്തെന്നാൽ ഇരുട്ടത്തിരിക്കുന്നത് കൊണ്ടോ കണ്ണടയ്ക്കുന്നത് കൊണ്ടോ അത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പൊ നമുക്ക് തിരിയുന്നുണ്ട് എന്താ മദ്രസ ഈ ഇരുട്ടത്തിരിക്കുക കണ്ണടയ്ക്കുന്നത് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. പ്രത്യുത അറിയാതെ തന്നെ കണ്ണുകൾ അടഞ്ഞു പോവുകയും ഏകാന്തത പ്രിയങ്കരമായി തീരുകയും ചെയ്യുന്നു. നമുക്ക് തിരിയുന്നുണ്ട്. ഇപ്പം അനുചിന്തന പ്രാർത്ഥനയിൽ ശീലിച്ചു വരുമ്പം ഏകാന്തതയിൽ ഇരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ഇതെന്തുമാത്രം ഹൃദ്യമായി മാറുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് തിരിയുന്നുണ്ട്. കൃത്രിമം ഒന്നും കൂടാതെ മേൽപ്പറഞ്ഞ ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയ്ക്ക് സൗകര്യമുള്ള ഒരാലയം രൂപവൽകൃതമായി വരികയാണെന്ന് തോന്നും. ഇപ്രകാരം നമ്മൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനുചിന്തന പ്രാർത്ഥന ആഴപ്പെടുമ്പോഴാണ് ആനന്ദ അനുഭൂതിയുടെ പ്രാർത്ഥനയ്ക്ക് പറ്റിയ അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ സംജാതമായി രൂപപ്പെട്ടു വരിക. പഞ്ചേന്ദ്രിയങ്ങളുടെയും പുറമേയുള്ള വസ്തുക്കളുടെയും സ്വാധീനം ക്രമേണ ക്ഷയിച്ചു പോകുന്നു. അത് നമുക്ക് തിരിയുന്നുണ്ട്. അതേസമയം നഷ്ടപ്പെട്ട സംയമനം ആത്മാവ് വീണ്ടും സമ്പാദിക്കുകയും ചെയ്യും. നഷ്ടപ്പെട്ട സംയമനം, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വ്യഗ്രചിത്തരായി വ്യാകുലപ്പെട്ട് പല വിചാരങ്ങളും ഇങ്ങനെ കുരങ്ങ് നടക്കുന്ന പോലെ അല്ലെ പ്രാണികൾ പാറിപ്പറക്കുന്ന പോലെ ഭാവന പരവിചാരം എല്ലാം അങ്ങനെയുള്ള ഒരുപാട് സംയമനമില്ലായ്മ, അന്ധശക്തികൾ ഒരുപാട് ബഹളം വെക്കുന്നു, ആസക്തികൾ, പരവിചാരങ്ങൾ, ദുഷിച്ച ഭാവനകൾ, അങ്ങനെയെല്ലാം മാറി ആത്മാവ് വീണ്ടും ഇവയെല്ലാത്തിൻ്റെ മേലെ സംയമനം പ്രാപിച്ചെടുക്കുന്ന അനുഭവം നമുക്കിവിടെ കിട്ടുകയാണ് അനുചിന്തന പ്രാർത്ഥന വഴി. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ആഭ്യന്തര കർമ്മത്തിനകത്ത് കണ്ടിട്ട് നമ്മൾ സുഖസന്നിധിക്ക് പോയത്. ഇപ്പൊ തിരിച്ച് അവർ 2ാമത്തെ കണികയിലേക്ക് വരികയാണ്. ആത്മാവ് ഉള്ളിൽ പ്രവേശിക്കുന്നുവെന്നും മുകളിലേക്ക് ഉയരുന്നുവെന്നും ഒക്കെ പറയാറുണ്ട്. അമ്മാതിരി ശൈലിയിൽ ഒന്നും വിവരിക്കാൻ എനിക്ക് വശമില്ല.
എൻ്റെ കഴിവ് പോലെ ഞാൻ പറയുന്നത് ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. എൻ്റെ വിവരണം മനസ്സിലാക്കാൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും വരാം. ചിലപ്പോൾ ഞാനീ പറയുന്നത് വേറൊക്കെ തിരിയുന്നില്ലായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നുകയാണ്. പഞ്ചേന്ദ്രിയങ്ങളും ആത്മീയ ശക്തികളും ബ്രാക്കറ്റില് ഹർമ്മ്യത്തിലെ നിവാസികളാണെന്ന് ഇവയെ ഞാൻ സങ്കല്പിക്കുന്നതായി മുമ്പ് പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അല്പം വല്ലത് വിവരിക്കാൻ എനിക്ക് അവലംബം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പഞ്ചേന്ദ്രിയങ്ങളും ആന്തരിക ശക്തികൾ, ആത്മീയ ശക്തികൾ എന്ന് വെച്ചാൽ ബുദ്ധി, മനസ്സ്, ഭാവന, ചിന്തകൾ, ഇതൊക്കെ. പിന്നെ പുറമേയുള്ള ഇന്ദ്രിയങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ഉള്ളിലെ കാര്യസ്ഥ നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. തമ്പുരാനെ പ്രാപിക്കാൻ സഹായകമായിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യേണ്ടവരാണ്. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളും ആത്മീയ ശക്തികളും വെളിയിൽ പോയി അനേകം ദിവസങ്ങളും വത്സരങ്ങളും ഹർമ്മ്യത്തിന്റെ ശത്രുക്കളും ഒന്നിച്ച് സഹവസിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം അകത്തോട്ട് ഇത്രയും അനുചിന്തന പ്രാർത്ഥന വഴിയൊക്കെ കയറി കഴിഞ്ഞിട്ട്, അല്ലെ കയറുന്നതിനിടയ്ക്ക് പിന്നെയും പുറത്തോട്ട് പോയി കുറെ അധികം നാളുകൾ സമയമെടുത്ത് കുറേയധികം കാര്യങ്ങളിൽ വ്യാപരിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും ആന്തരേന്ദ്രിയങ്ങളും എല്ലാം ഈ ഉള്ളിലുള്ള തമ്പുരാന്റെ സാന്നിധ്യം അവഗണിച്ച് തമ്പുരാനെ മറന്നിട്ട് ബാഹ്യമായ കാര്യങ്ങൾ ഇങ്ങനെ മുങ്ങി മുഴുകി പോകാൻ ഇട വന്നാൽ അത് അനേക ദിവസങ്ങളും വത്സരങ്ങളും ഹർമ്മ്യത്തിന്റെ ശത്രുക്കളും ഒന്നിച്ച് സഹവസിക്കുകയാണെന്ന് വിചാരിക്കുക. ആ പോക്കിന്റെ തകരാറ് ബോധ്യമാകുമ്പോൾ അവർ മടങ്ങി വരും. ഇവിടെ മദ്രേസ്യ ഇടയ്ക്ക് പിന്നെ ഒരു തിരുത്തലെടുക്കാനുള്ള അവസരം പറയുകയാണ്. ഒരു പക്ഷേ നമ്മൾ യോഹന്നാൻ 21 പത്രോസ് അപ്പോസ്തലൻ ഞാൻ മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടൊരു പോക്ക് പോയത്, ആ കൂട്ടത്തിൽ അപ്പോസ്തലന്മാർ കുറച്ചൊരു കൂട്ടത്തിൽ കൂടിയത്, ഒന്നും കിട്ടാൻ രാത്രി മുഴുവൻ അധ്വാനിച്ച് അരഞ്ഞു വരും തിരിച്ചു വരുന്ന രംഗം ഇവിടെ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇങ്ങനത്തെ ഒരു പിന്നെ ഇടയ്ക്കൊന്ന് പുറംചാടി പോകാനുള്ള ഒരു സാധ്യത അമ്മ കാണുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ 4ാം സദനത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ അത്ര ഒന്നും വേര് പിടിച്ചിട്ടില്ല. ഒന്ന് ഏകദേശം ആയെന്നൊക്കെ തോന്നുന്നത് പറഞ്ഞാൽ അത്ര വേര് പിടിച്ചിട്ടില്ല. ഒത്തിരി ജാഗ്രത എടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഇനി 4 കഴിഞ്ഞ് 5, 6 കഴിഞ്ഞിട്ട് 7 അപ്പോൾ 4 പറയുന്ന സമാധാനം അകത്ത് കയറി, പക്ഷെ ഇനിയും പുറത്തു കാണാൻ എല്ലാ സാധ്യതയുണ്ട്. അതിന്റെ തകരാറ് ബോധ്യമാകുമ്പോൾ മടങ്ങി വരും. പക്ഷേ സ്വൈരസഞ്ചാരത്തിന്റെ തഴക്കം ജയിക്കുക വളരെ വിഷമമാകയാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ധൈര്യപ്പെടുകയില്ല. പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറുക തന്നെ അല്പം ബുദ്ധിമുട്ടുണ്ട്. അത്ര എളുപ്പമല്ലെന്നായി പോകും. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം വളരെ അധപതിച്ചു പോകുന്നതിനങ്ങ് വരും. പഴയ തഴക്കങ്ങളെല്ലാം പെട്ടെന്ന് ഓണാകും. തിന്മയുടെ തഴക്കങ്ങൾ അവിടെ തിരിച്ചു വന്ന് കയറാനായിട്ട് നമുക്ക് ഉള്ളിൽ ബോധ്യമുണ്ട്, പക്ഷേ അത്ര സുഖം വരുന്നില്ല, ധൈര്യപ്പെടുകയല്ല. എങ്കിലും അവർ ശത്രുപക്ഷത്ത് ചേർന്നിട്ടില്ലാത്തതിനാൽ പരിസരങ്ങളിൽ ചുറ്റിക്കറങ്ങുകയേ ഉള്ളൂ. പുറത്തേക്കൊന്ന് ഇറങ്ങിപ്പോയി ഇച്ചിരി വേണ്ടാത്ത കാര്യങ്ങൾ വ്യാപരിച്ചു. പണ്ട് തിന്മയിലൊക്കെ നടന്ന കാലഘട്ടങ്ങളിൽ ഏതൊക്കെ തിന്മയിലാണോ വ്യാപരിച്ചിരുന്നത് അതിന്റെ ഓർമ്മ, അതാണ് പത്രോസിന് സംഭവിക്കുന്നത്. മീൻപിടുത്ത വരുന്ന പണ്ടത്തെ ജോലി അത് ഉപേക്ഷിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ വള്ളവും വലയും എല്ലാം ഉപേക്ഷിച്ച് പത്രോസ് കയറി വന്നത്. എങ്കിലും അതിന്റെ ഓർമ്മകൾ ഉള്ളിൽ കിടപ്പുണ്ട്, തഴക്കം കിടപ്പുണ്ട്. അതാണ് ഇങ്ങനൊരു ഈശ്വര സാന്നിധ്യം ഇല്ലെന്ന് വന്നപ്പോൾ ഒറ്റ പോക്ക് പോകാനിട വന്നത്. എന്ന് പറഞ്ഞ പോലെ നമുക്കും ഇങ്ങനെ പോക്ക് പോകാനുള്ള പ്രേരണ വരാം. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും മീൻ പിടിക്കാൻ രാത്രി പോയപ്പോഴും പത്രോസിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ഇത് എനിക്ക് പറഞ്ഞിരിക്കുന്ന പണിയല്ല, ഇത് വേണ്ടെന്ന് തമ്പുരാൻ പറഞ്ഞതാ, ഞാനിത് ഉപേക്ഷിച്ച കാര്യമാണ്. പക്ഷെ ഇപ്പൊ ചുമ്മാ ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ, ഒന്ന് നോക്കാം, കുറച്ച് മീൻ പിടിച്ച് കയറിയേക്കാം, പെട്ടെന്ന് തന്നെ നിർത്തിയേക്കാം, ഇങ്ങനെയൊക്കെ ഒരു ചിന്തയാണ്. അതിനത്രങ്ങ് മുങ്ങി മുഴുകി ഇനി ഞാൻ കർത്താവിനോട് പോകുന്നേ ഇല്ല, ഇനി ഞാൻ മീൻപിടുത്തം തന്നെയായിട്ട് ജീവിക്കാൻ പോവുകയാണെന്നുള്ള ചിന്തയിലല്ല പത്രോസ് പോയത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഇങ്ങനെ പഴയ തർക്കങ്ങൾ വെച്ചടയ്ക്കുന്ന പുറത്തേക്ക് ഇറങ്ങി പോയി കഴിയുമ്പോൾ ഇനി ഞാൻ എൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനത്തെ കെട്ട കാര്യങ്ങൾ, വ്യർത്ഥമായ കാര്യങ്ങൾ, ലോക വിനോദങ്ങളിലോ ഇച്ചിരി മദ്യപാനോ അല്ലെങ്കിൽ ഇച്ചിരി സിനിമയോ സീരിയലുകളോ കമ്പനിയോ കറങ്ങാൻ പോക്കോ വാചകവടിയോ ലോകത്തിന്റെ ആനന്ദമോ ആവേശങ്ങളോ അങ്ങനെയൊക്കെ ആയിട്ട് ഇനി എൻ്റെ ജീവിതം ഇനി അങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു നിശ്ചയം എടുത്തിട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോകാനൊരു വലി വന്നിട്ട് അങ്ങ് പെട്ടു പോവുകയും ചെയ്യുകയാണ്. അത് നമ്മുടെ ശത്രുപക്ഷത്ത് ചേർന്നിട്ടില്ല, തമ്പുരാനെ ഉപേക്ഷിച്ചിട്ടില്ല, ശത്രുവിനെ സ്വീകരിച്ചിട്ട് ലോകത്തെ സ്വന്തമായിട്ട് എടുത്തിട്ടില്ല. പക്ഷേ എന്നിട്ട് എങ്കിലും ഒരു പുറത്തേക്കൊരു പോക്ക്, അത് ഒരു കരുത്തല്ല. അതിന്റെ ഗൗരവം അപകടം പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അങ്ങനെ പുറത്തേക്കാണ് ഇറങ്ങി പോയിരിക്കുന്നെങ്കിൽ ശത്രുപക്ഷത്ത് ചേർന്നിട്ടുമില്ല, അവിടെ ഇങ്ങനെ പരിസരത്തില് ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇതൊരു ദൈന്യതയുടെ അവസ്ഥയാണെന്ന് മദ്രസ പറയുകയാണ്. നമ്മളിത് വളരെ പ്രായോഗികമായ ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തില്
ആത്മീയമായിട്ട് എത്ര കയറി വന്ന് പറയുമ്പോൾ ചില അവസരങ്ങൾ ഇതുപോലത്തെ ഒരു പുറച്ചാട്ടം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അത് മുന്നോട്ട് വരുന്തോറും കുറഞ്ഞു വരണം. പിന്നെ പുറത്തേക്ക് ചാടാൻ പറ്റുകയല്ലാത്തവർ നമ്മളായി തീരേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചാടിപ്പോയാലുള്ള പ്രതിവിധി എന്താണ് നമുക്ക് തുടർന്ന് പറയുകയാണ്. നമുക്ക് അടുത്ത സെഷനിലേക്ക് വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.